ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേട്ട് കേരളീയ പൊതുസമൂഹം ഞെട്ടിയിരിക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന പുതിയ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ജനങ്ങൾ ഞെട്ടിത്തെറിക്കുക മാത്രമല്ല പൊട്ടിത്തെറിക്കുക പോലും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറയുന്ന ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നവരൊക്കെ തന്നെ ഈ കുറുവ സംഘം ശബരിമലയെ മുച്ചോടെ മുടിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം തങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഭഗവാന്റെ ഒരു തരി പൊന്നുപോലും അവശേഷിപ്പിക്കാതെ എല്ലാം അവിടെ നിന്നും കട്ടെടുത്ത് അവിടം വെളുപ്പിച്ച് കട്ടുമുടിച്ചുകൊണ്ട് പോവുക എന്നതായിരുന്നു ഈ സംഘത്തിന്റെ ലക്ഷ്യം എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഈ കേസിലെ 2 പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള ഹർജിയിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. അന്വേഷണ സംഘത്തിന്റെ ഈ വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശബരിമലയിലെ ശ്രീകോവിലിലെ കൂടുതൽ സ്വർണ്ണപ്പാളികളിലെ സ്വർണം അടിച്ചു മാറ്റാൻ ഈ പറയുന്ന ഗൂഢസംഘം ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് ഈ പറയുന്ന പ്രതികളായിട്ടുള്ള ഗോവർദ്ധന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി ഇവരൊക്കെ തന്നെ ഒരു നെക്സസ് ആണ്. അവർ വലിയൊരു ഗൂഢാലോചന നടത്തിയാണ് ഈ കൊള്ള ആസൂത്രണം ചെയ്തത്. ഈ ഗോവർദ്ധൻ 95 മുതൽ തന്നെ ശബരിമലയിൽ സന്ദർശനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഗോവർദ്ധൻ കർണാടകയിലെ ബെല്ലാരിയിൽ ഒരു ജുവലറി ഉടമയാണ്. ആ ഗോവർദ്ധന് ശബരിമലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ തന്നെ നല്ല ധാരണയുണ്ടായിരുന്നു. 95 മുതൽ ഗോവർദ്ധൻ ശബരിമലയിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ 98-ലാണ് ശബരിമലയിലെ ശ്രീകോവിലും മറ്റ് ഒക്കെ തന്നെ UB ഗ്രൂപ്പ് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്ഥിരം സന്ദർശകനായിട്ടുള്ള ഗോവർദ്ധന് 98-ൽ നടത്തിയിരുന്ന ആ സ്വർണം പൊതിയൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയാമായിരുന്നു എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. മാത്രവുമല്ല, ഈ അന്വേഷണം നടക്കുന്ന കഴിഞ്ഞ ഒക്ടോബറിൽ പോലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ വെച്ച് ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയുമായിട്ട് രഹസ്യ കൂടിക്കാഴ്ച നടത്തി. അത് മുൻപ് നടത്തിയ കൊള്ള എങ്ങനെ മറച്ചു വെക്കാമെന്ന് സംബന്ധിച്ചായിരുന്നു. അതായത് ഈ കേസുകളൊക്കെ തന്നെ ഹൈക്കോടതിയുടെ മുൻപിലെത്തി വിശദമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആ കൊള്ളയൊക്കെ തന്നെ എങ്ങനെ മറച്ചു വെക്കാം. ഒപ്പം തന്നെ തൊട്ട് മുൻ മാസം സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളൊക്കെ സ്വർണം പൂശാൻ എന്ന വ്യാജേന ഇവിടെ നിന്നും പൊക്കിക്കൊണ്ടു പോയിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ മറച്ചു വെക്കാം, എങ്ങനെ അതൊക്കെ തന്നെ ഒളിച്ചു വെക്കാം, അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള തന്ത്രങ്ങളാണ് ഈ കൂടിക്കാഴ്ചയിൽ അവർ നടത്തിയത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതായിട്ട് ഈ ജാമ്യ ഹർജി എതിർത്തുകൊണ്ടുള്ള തങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ പറയുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ചേർന്ന് വലിയൊരു ഗൂഢാലോചന നടത്തി. ഈ പറയുന്ന 2019-ൽ ആ ദ്വാരപാലക ശില്പങ്ങളും കട്ടളപ്പാളികളും ഒക്കെ തന്നെ കടത്തിക്കൊണ്ടുപോയി ആദ്യം കർണാടകയിലെ ഒരു ജുവലറി ഉടമയായ നരേഷിന്റെ അടുത്താണ് ഇത് എത്തിക്കുന്നത്. എന്നാൽ നരേഷ് അത് തനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് സ്വർണം പൊതിഞ്ഞതാണ്, അത് അറ്റകുറ്റപ്പണി നടത്താൻ തനിക്ക് അറിയില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് അവിടെ നിന്നും ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി അവിടെ ഇത് സ്വർണം ഉരുക്കി വേർതിരിച്ചെടുത്ത് അത് അടിച്ചു മാറ്റുന്ന രീതിയിലൊക്കെ തന്നെ പോയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും വളരെ വലിയ ഒരു കൊള്ളയ്ക്കാണ് ഈ സംഘം ലക്ഷ്യമിട്ടിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യങ്ങൾ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നത് ഗോവർദ്ധൻ എന്ന് പറയുന്ന പ്രതിയുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM-ന്റെ നേതാവായിട്ടുള്ള A. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയും ഹൈക്കോടതിക്ക് മുന്നിലുണ്ട്. അതിനെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഈ പറയുന്ന പ്രത്യേക അന്വേഷണ സംഘം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അതും വളരെയേറെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഈ പറയുന്ന A. പത്മകുമാർ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു. അതായത് വഴിവിട്ട നീക്കങ്ങൾ ഈ പത്മകുമാർ നടത്തി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പത്മകുമാർ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ് അതിന് 15 മാസങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളും പട്ടളപ്പാളികളും ഒക്കെ തന്നെ സ്വർണം പൂശാനായിട്ട് കൊടുത്തുവിടുന്നത്. അപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളും പട്ടളപ്പാളികളും ഒക്കെ തന്നെ കൊടുത്തുവിടുന്നതിൽ ചില കൃത്രിമം രേഖകളിൽ ഉൾപ്പെടെ തിരിമറി പത്മകുമാർ നടത്തി എന്ന് പറയുന്നു. അതിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്നതിന് പകരം വെറും ചെമ്പുപാളികൾ എന്ന്
ഈ പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ എഴുതി. ഒപ്പം തന്നെ ഇത് സന്നിധാനത്ത് നിന്നും പുറത്തേക്ക് കൊടുത്തുവിടാൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ പുറത്തേക്ക് കൊടുത്തുവിടുന്നതിന് താൻ അനുവദിക്കുന്നുവെന്ന് സ്വന്തം കൈപ്പടയിൽ അനുവദിക്കുന്നു എന്ന് എഴുതി ചേർത്തു. അത്തരത്തിൽ ബോർഡിന്റെ രേഖകളിലൊക്കെ തന്നെ പത്മകുമാർ പ്രസിഡന്റായിരിക്കെ കൃത്രിമം നടത്തി. തന്ത്രിയുടെ അനുമതി മേടിക്കാതെയാണ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് എന്നും തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ പത്മകുമാർ നേരത്തെ മുതൽ തന്നെ പറയുന്ന കാര്യം, അദ്ദേഹത്തിന് ശബരിമലയുമായിട്ട് വലിയ ആത്മബന്ധമുണ്ട്. തങ്ങൾ കുടുംബപരമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുത്തച്ഛന്മാരൊക്കെ തന്നെ ശബരിമലയുമായിട്ട് അടുത്ത ബന്ധമുള്ളവരാണ്. അങ്ങനെ വലിയ ബന്ധം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന പത്മകുമാറിന് സ്വാഭാവികമായിട്ടും 98-ൽ നടന്ന ഈ പറയുന്ന സ്വർണം പൊതിയൽ അത് അറിയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് ബോധപൂർവമാണ് ഈ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നതിന് പകരം വെറും ചെമ്പുപാളികൾ എന്ന് എഴുതി വെച്ചത് എന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലൊരു ഗൂഢാലോചന ഈ പത്മകുമാർ പ്രസിഡന്റായിരിക്കും നടത്തി. അതിന് പത്മകുമാറിന് ഈ കൊള്ളയിൽ വലിയൊരു പങ്കുണ്ട് എന്നാണ് അന്വേഷണ സംഘം സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് ജാമ്യഹർജി ശക്തമായിട്ട് എതിർക്കുന്നു എന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ബോർഡിന്റെ വലിയ രീതിയിലുള്ള വീഴ്ചയെക്കുറിച്ചും ഇതിനകത്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബോർഡ് യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പറയുന്ന സ്വർണ്ണപ്പാളികളൊക്കെ തന്നെ കടത്താനുള്ള അവസരമൊരുക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ ഈ പറയുന്ന സ്വർണ്ണപ്പാളികളും ദ്വാരപാല ശില്പങ്ങളും എല്ലാം കൊടുത്തുവിട്ടത് എന്ന് SIT പറയുന്നുണ്ട്. അത് ഈ പറയുന്ന പത്മകുമാറിന് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡ്, അതായത് PS പ്രശാന്ത് അധ്യക്ഷനായിട്ടുള്ള ദേവസ്വം ബോർഡും ഈ 2025 സെപ്റ്റംബറിൽ ഇതുപോലെ ഈ ദ്വാരപാല ശില്പങ്ങൾ സ്വർണം പൂശാനായിട്ട് പുറത്തു കൊടുത്തു വിട്ടിരുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് പോലെ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെയും ഈ കേസിൽ പ്രതികളാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ലെവലിലേക്ക് ഈ അന്വേഷണം പോവുകയാണ്. ഈ പറയുന്നത് പോലെ ഇതിലെ കേസിലെ പ്രതികളൊക്കെ തന്നെ അങ്ങേയറ്റം വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് കുറ്റകൃത്യം നടത്തിയത്. CPM ഇപ്പോഴും ഈ പറയുന്നത് പോലെ പത്മകുമാറിനെയും N വാസുവിനെയും ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ N വിജയകുമാറിനെയും ഉൾപ്പെടെയുള്ള തങ്ങളുടെ നേതാക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അവരൊക്കെ തന്നെ ഇവർ കുറ്റക്കാരാണെന്ന് തെളിയട്ടെ എന്ന ഒരു വാദമാണ് ഉയർത്തുന്നത് ഇവർക്കെതിരെ നടപടിയെടുക്കാത്തതിന്. അതേസമയം തന്നെ ഇവര് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തെ അങ്ങേയറ്റം പ്രശംസിക്കുകയും ആ അന്വേഷണ സംഘത്തിൽ വിശ്വാസമർപ്പിക്കുകയും അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് ഇന്നലെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഈ പത്മകുമാർ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ രീതിയിൽ അദ്ദേഹം മനഃപൂർവ്വം ഒരു വീഴ്ച ഇക്കാര്യത്തിൽ വരുത്തിയിരിക്കുന്നു, രേഖകളിലൊക്കെ തന്നെ മനഃപൂർവ്വം തിരിമറി നടത്തിയിരിക്കുന്നു എന്നത് പറഞ്ഞിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘമാണ്. അപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തെ വിശ്വാസത്തിലെടുക്കുന്ന ഈ പറയുന്ന CPM നേതൃത്വത്തിന് എന്തുകൊണ്ട് ഈ കാര്യത്തിൽ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ഇന്നലെ കൊടുത്തിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ CPM-ന് ഒരു വിശ്വാസമില്ല എന്ന ചോദ്യം ഇനിയിപ്പോൾ ഉയരും. എന്തായാലും CPM ഈ കാര്യത്തിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ മറ്റു യാതൊരു വാദങ്ങളും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ശബരിമലയെ കട്ടുമുടിക്കാൻ ഈ പറയുന്ന N വാസുവിന്റെയും പത്മകുമാറിന്റെയും വിജയകുമാറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ ദേവസ്വം ബോർഡിലെ അംഗമായിരുന്ന മറ്റൊരു വ്യക്തി KP ശങ്കർദാസ് തനിക്കെതിരായിട്ടുള്ള ഹൈക്കോടതിയിലെ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അവിടെ നിന്നും വലിയ തിരിച്ചടിയാണ് കിട്ടിയത്. സുപ്രീം കോടതിയിൽ ചെന്ന് ഈ ഹൈക്കോടതിയിലെ പരാമർശം നീക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങേയറ്റം ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ നടന്നിരിക്കുന്നത്. വലിയ ക്രമക്കേടാണ് അവിടെ നടന്നിരിക്കുന്നത്. അമ്പലം പോലും വെറുതെ വിടത്തിൽ, അമ്പലത്തെ പോലും കൊള്ളയടിക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ ഇടപെടാനേ സുപ്രീം കോടതി തയ്യാറായില്ല. അപ്പോൾ അതിലും ഹൈക്കോടതിയിൽ നിന്നുണ്ടായതിനേക്കാൾ വലിയ പരാമർശങ്ങൾ രാജ്യത്തെ ഏറ്റവും പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ നിന്ന് പോലും KP ശങ്കർദാസിനെ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ രാജ്യത്തെ നീതിന്യായ സംവിധാനങ്ങളെല്ലാം ഈ വിഷയത്തെ വലിയ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അങ്ങേയറ്റം ഒരു ഗൗരവമുള്ള ഒരു ഗൗരവ സ്വഭാവമുള്ള ഒരു കേസായിട്ട് ഈ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയെ കാണുന്നു. അപ്പോൾ ഈ ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവരെ വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല.